ഹായ് എൻ്റെ പ്രൊഫൈൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് അതിനകത്തൊരു ബിഗ് ബോസ് എൻട്രിയുടെ റീൽ സെക്ഷനിൽ ബിഗ് ബോസ് എൻട്രിയുടെ ഒരു വീഡിയോ കാണാൻ പറ്റും. അപ്പം എൻ്റെ മനോഭാവം എന്ന് വെച്ചാൽ ഞാൻ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ബിഗ് ബോസ് എന്നൊരു വേദിയിൽ എത്തുമ്പോൾ അത് കുറേ ആൾക്കാരിൽ എത്തും, അല്ലെങ്കിൽ അതിന് കുറച്ചും കൂടി ഒരു പരിഗണന കിട്ടും. അല്ലാതെ ഞാൻ വീഡിയോ ചെയ്താലൊന്നും അങ്ങനെ ആരും അക്സെപ്റ്റ് ചെയ്യില്ല, അല്ലെങ്കിൽ എത്ര പേരുടെ അടുത്ത് എത്താനാണ് എന്നൊക്കെ. കാര്യം ഞാൻ അങ്ങനെ വലിയ റീച്ചുള്ള പ്രൊഫൈലോ അങ്ങനെയൊന്നും അല്ല എൻ്റെ പ്രൊഫൈൽ, ഒരു സാധാ പ്രൊഫൈൽ തന്നെയാണ്. അപ്പോൾ ആ ഒരു കാഴ്ചപ്പാട് കാരണം ഞാനിങ്ങനെ ആ വേദിക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ 2 വർഷം കൊണ്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. യാദൃശ്ചികമായിട്ട് 2 ദിവസം മുമ്പ് ഞാൻ ഇൻസ്റ്റയിൽ എൻ്റെ മോൻ്റെ ഇപ്പോഴത്തെ പുതിയ സ്കൂള്, ഒരു സ്പെഷ്യൽ സ്കൂള് കണ്ടുപിടിച്ച്, അപ്പോൾ അതെനിക്ക് അവന് നല്ല ചേഞ്ചസ് വരുന്നത് കൊണ്ട് ഞാൻ ഒരു ദിവസം അവിടെ പലപ്പോഴും പോകുമ്പം വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഇട്ടിട്ടില്ല. എനിക്കെന്തോ ഇടാനൊരു മനസ്സിനകത്തൊരു ബുദ്ധിമുട്ട് കാരണം ഞാൻ ചെയ്തില്ലായിരുന്നു. അപ്പോൾ 2 ദിവസം മുമ്പ് ഞാൻ ആ വീഡിയോ പോസ്റ്റ് ചെയ്തു. ഇങ്ങനെയാണ്, ഇതേപോലൊരു സ്കൂളുണ്ട്, ഏതെങ്കിലും മാതാപിതാക്കൾക്ക് ഈ സ്കൂളിൻ്റെ നമ്പർ വേണമെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യൂ, ഞാൻ ഹെൽപ്പ് ചെയ്യാമെന്നും പറഞ്ഞിട്ട്. ശരിക്കും ആ വീഡിയോ ഇട്ട് അന്ന് വൈകിട്ട് തൊട്ട് സ്റ്റിൽ ഇപ്പം വരെയും എത്ര പേരൻസിന് ഞാൻ റിപ്ലൈ ചെയ്തു, എത്ര എന്നെ വിളിച്ചിട്ടുണ്ട് എന്ന് എനിക്ക് തന്നെ അറിയില്ല. അതുപോലെ നല്ല രീതിയിൽ ആ വീഡിയോ ആൾക്കാർ അക്സെപ്റ്റ് ചെയ്തു. അപ്പോൾ എനിക്ക് മനസ്സിലായി, ദൈവമേ ഞാൻ ഈ വീഡിയോ നേരത്തെ ചെയ്യേണ്ടതായിരുന്നു, എത്ര പേർക്കത് ഹെൽപ്പായേനെ. എൻ്റെ ഒരു മൈൻഡ് സെറ്റ് കാരണം ഞാനതിങ്ങനെ മാറ്റി മാറ്റി വെച്ചല്ലോ. കുറേ പേരൻസ് കുറേ ചോദ്യങ്ങൾ ചോദിച്ചു. അവരെ പോലൊരു പേരൻ്റാണ് ഞാനും. എനിക്കും ഭയങ്കര സംഭവങ്ങളൊന്നും അറിയില്ല. അപ്പം ചില ആൾക്കാർ എന്നോട് ചോദിച്ചു, എങ്ങനെയാണ് ഇത് സംഭവിച്ചത്, എന്ത് പറ്റിയത്, എക്സ്പീരിയൻസ് എന്താ ലൈഫിൽ സംഭവിച്ചത്. ചില ആൾക്കാർ ചോദിച്ചു, എങ്ങനെ സ്കൂളിലേക്ക് ഇത് പോയപ്പം ഞാൻ എങ്ങനെ മെൻ്റലി പ്രിപ്പയർഡായി, കുഞ്ഞിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു, അവിടുത്തെ ചേഞ്ചസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അവിടെ എങ്ങനെയാണ്. അപ്പം മാക്സിമം ഞാൻ എല്ലാവർക്കും നമ്പർ ഷെയർ ചെയ്ത് കൊടുത്തു, ലൊക്കേഷൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, ഷെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നേരിട്ട് പോയി സംസാരിക്കും, അവരുമായിട്ട് സംസാരിക്കും. ഓരോ കുട്ടികളും ഓരോ ക്യാരക്ടറാണ്. അപ്പോൾ എന്നെക്കാളും കുറച്ച് അവർക്കാണ് നന്നായിട്ട് പറഞ്ഞു തരാനെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം വീഡിയോ കണ്ട് മെസ്സേജ് ചെയ്ത എല്ലാവർക്കും ഒത്തിരി താങ്ക്സ്. എനിക്കറിയാവുന്ന കാര്യങ്ങളും എൻ്റെ എക്സ്പീരിയൻസും ഞാനിനി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. ഞാനിങ്ങനെ വീഡിയോസ് ഇതിനെക്കുറിച്ചൊന്നും ചെയ്യണ്ട എന്ന് വിചാരിച്ചിരുന്ന ഒരാളായിരുന്നു. പക്ഷേ ചെയ്യാതിരുന്നാൽ ചിലപ്പം ഒരു നിസ്സാര വാക്കുകൊണ്ട് ചില ആൾക്കാരുടെ ജീവിതം മാറുമല്ലോ. എനിക്ക് എൻ്റെ ജീവിതം മാറിയെന്ന് വെച്ചാൽ, ഞാനൊരു ഓട്ടോയിൽ കയറിയപ്പോൾ ആ ചേട്ടൻ തന്ന നമ്പറിലാണ് ഇന്ന് എനിക്ക് ആ സ്കൂൾ കണ്ടുപിടിക്കാൻ പറ്റിയത്. അപ്പം ഞാൻ കാരണം ഒരാൾക്ക് മുമ്പോട്ടുള്ള ജീവിതത്തിൽ ഒരു ചെറിയൊരു ഒരു വെളിച്ചമെങ്കിലും എത്തിക്കാൻ പറ്റിയാൽ അതെനിക്കൊരു വലിയ കാര്യമായിട്ട് തോന്നി. ആ ഒരു തോന്നൽ കിട്ടിയതും ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തതിന് ശേഷമാണ്. അപ്പം എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമേ.